ചൈനയിലെ ഒരു ബുദ്ധമത ക്ഷേത്രം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ ഷൂ ധരിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇവിടെ എല്ലാവരും ഷൂ ധരിച്ചുകൊണ്ടാണ് നടക്കാറ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഹലോ, നമസ്തേ. ചൈനക്കാരൻ എന്നോട് നമസ്തേ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ചൈനക്കാരനോട് നമസ്തേയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തോട്ട് കയറിയപ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് സന്യാസിനികൾ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരോടൊക്കെ പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. ഇവർക്ക് ഇവിടെ നമ്മൾ ഉള്ളിൽ കയറുന്നത് കൊണ്ടോ അങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കൊണ്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ എന്ന്. എടുത്തോളൂ എന്ന് പറഞ്ഞു. ഏതൊക്കെയായാലും ഞാനും അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. ആൾക്കാരെല്ലാം ചെരുപ്പ് ധരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നടക്കുന്നതും ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതൊക്കെ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിലാരും, ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ നാട്ടിലത്തെ അമ്പലത്തിലൊന്നും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യം കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ കാണാറുണ്ടല്ലോ. അങ്ങനെ ഇവിടെയുള്ള ദേവന്മാരെയും ആരെയും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ള ആരുടെയെങ്കിലും മുഖഷേപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതണം കേട്ടോ. ഇവരെ എനിക്ക് വലിയ കൂടുതലായിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഇവിടെ ആൾക്കാർ പൂജകൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ 3 പ്രാവശ്യം കുമ്പിടുകയാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും കുറേ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ അരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരാൾ എനിക്ക് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരികയാണ്. ഇതൊക്കെ ഈ അമ്പലത്തിലുള്ള മെയിൻ ആളുകളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ സാധനം എന്നെ കൊണ്ട് നടന്ന് കാണിച്ചു തരികയാണ്. പക്ഷേ എനിക്കെന്തോ ചെറിയൊരു ടെൻഷനായിരുന്നു. നമ്മളൊരു ക്ഷേത്രം പോലെയുള്ള ഒരു സ്ഥലത്തൂടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോൾ എന്തോ നമുക്കൊരു വിഷമം തോന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അധികം ഒന്നും വീഡിയോ എടുത്തില്ല. എന്നോട് കണ്ടോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ നടന്ന് കണ്ടു. അപ്പോൾ ഇവരിതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിച്ച് തന്നു കേട്ടോ. പക്ഷെ എനിക്കത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇതുണ്ടല്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ ഞാനും അവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു. നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ ബുദ്ധമത ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതണേ. ഇന്ത്യയിൽ ഒരുപാട് ബുദ്ധമത ക്ഷേത്രങ്ങളുണ്ടല്ലോ അല്ലേ? ഞാനിതുവരെയും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊന്നും ദർശിച്ചിട്ടില്ല. ഇവർ കാഴ്ചവെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളാണിത്. ഓയിലുണ്ട്, അങ്ങനെ കുറേ സാധനമുണ്ട്. ഇവിടെയും കുറേ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരാണാവോ? അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ആൾക്കാർ സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ചെയ്യുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നിന്ന് അവരങ്ങോട്ട് നോക്കിയിട്ട് നിന്നിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ കുമ്പിടുന്നതാണ് കണ്ടത്. അതിനുശേഷം തിരിഞ്ഞ് നിന്നിട്ടും അമ്പലത്തോട് നേരെ നോക്കിയിട്ടും 3 പ്രാവശ്യം ഇങ്ങനെ അതുപോലെ തന്നെ കുമ്പിടും. അങ്ങനത്തെ ഉള്ളൊരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. ഇവിടെയുള്ള ആൾക്കാർക്കും ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയുള്ളവർ ഓരോരുത്തർ കാണിക്കുന്നത് കണ്ടപ്പോഴാണ്. അവിടെ എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഞാൻ അവിടെ കണ്ട മറ്റു കാഴ്ചകളൊക്കെ. ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ എന്തോ പേപ്പർ അവിടെ നിന്ന് മേടിച്ചിട്ട് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്ന് ഇവരെന്തോ നേർച്ച പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് കത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറേ പേരിങ്ങനെ വന്ന് കത്തിച്ചു കേട്ടോ. അതെന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ കൂടുതലായിട്ടുള്ള ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, അതിന് വിമർശനങ്ങളാണെങ്കിൽ പോലും അത് കമൻ്റായിട്ട് എഴുതുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ, അത് മാത്രമാണ് അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്കുള്ള ഒരു പ്രചോദനം.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.